ഫ്രൈഡേ ആയിട്ട് ഞങ്ങളൊന്ന് സൂലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ജോസേട്ടൻ്റെ കട. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചുട്ട് പഴുക്കുന്ന വെയിലും നല്ല പൊടിക്കാറ്റാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ നമ്മളിതേ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ബർക്കേന്നും കുറച്ചങ്ങോട്ട് പോകുമെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് എനിക്ക് പ്ലേസ് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ കണ്ടത് ഇതേ ഈ മുതലിനെയാണ് കേട്ടോ. ബാക്കി എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഇങ്ങേര് മാത്രം എണീറ്റ് കുത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടു. തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ. എലിക്കുഞ്ഞുങ്ങളും കൂടി ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് പറഞ്ഞു അത് ഇവരുടെ ഫുഡാണ് എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഇത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി മയിൽ, വെള്ള കളറിലുള്ള മയിലും ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കൂടി വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടില്ല, അത്രയും ലെങ്തി ആക്കണ്ടാവെന്ന് വിചാരിച്ചു. പിന്നെ റെയിനാണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു. റെയിനത് വീഡിയോസും ടി വിയിലും ഫോണിലൊക്കെ ആണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവൻ നേരിട്ട് കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ അനിമൽസിനെ കാണുമ്പോഴും. അങ്ങനെ നമ്മൾ പിന്നെ അവനെല്ലാവരുടെ അടുത്ത് ഓക്കെയാണ്. ഇപ്പം ആരെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വാശിയും ബഹളമൊന്നും ഇല്ല കേട്ടോ. അവൻ്റെ മൂഡിനനുസരിച്ച് മാത്രമുള്ള ചെറിയൊരു വിഷമം, ചിലപ്പോൾ ഇച്ചിരി വാശി കാണിക്കും. അല്ലാത്തപ്പോൾ അവനിപ്പോൾ എല്ലാവരും കൂടെ സെറ്റായിട്ടിരിക്കുകയും അങ്ങനെ നമ്മളിത്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവന്മാരുടെ പേരാണ് കേട്ടോ. നല്ല രസമുള്ള പേരുകളായിരുന്നു കേട്ടോ. അലക്സ് എന്നൊക്കെ ആയിരുന്നു. അപ്പം ഈ പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കിനും എല്ലാവരും എന്നെ പേടിപ്പിച്ചു. അതാണ് കേട്ടോ, ഞാനൊന്ന് പേടിച്ച് പോയി പെട്ടെന്ന് അടുത്തോട്ടും കൂടി വന്നപ്പം. പിന്നെ നമ്മളവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായി. അപ്പോൾ ഇച്ചിരി ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ മേടിച്ചത് മാംഗോ ജ്യൂസാണ്. സത്യം പറയാമല്ലോ 5 പൈസയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. പൈനാപ്പിൾ ജ്യൂസ് ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് കുടിച്ചങ്ങനെ അഡ്ജസ്റ്റ് ആക്കി. അപ്പോഴാണ് എല്ലാവർക്കും മസാജ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം തോന്നിയിട്ട് കയറിയിരുന്നതാണ് കേട്ടോ. ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളും എനിക്ക് ഇരിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് ഇരിക്കാനുള്ള ആഗ്രഹമൊക്കെ പോയായിരുന്നു കേട്ടോ. അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അനിമൽസിൻ്റെ സ്കെൽറ്റനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഏകദേശം അതൊക്കെ കഴിഞ്ഞ് കണ്ട് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എപ്പോഴോ പ്ലാനിങ് മാറ്റിപ്പോയി. തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴത്തേക്കിന് സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലാണേ. നമുക്ക് ഈ സമയത്തൊക്കെ വണ്ടിയിൽ ചെന്ന് കയറുകയാണെങ്കിലും വണ്ടിയൊക്കെ നല്ല പഴുത്തിരിക്കുക കേട്ടോ. അതൊരു വെയിലാണ്. പിന്നെ നമ്മളവിടെ എത്തി കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. അവിടെ എത്തിയപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഈ ബോട്ടിങ് ആണ് കേട്ടോ. നമ്മൾ ആ കാണുന്ന മലയുണ്ടല്ലോ അതിൻ്റെ അവിടേക്ക് എത്തിക്കുക അവർ. അപ്പോൾ അതിന് നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവരൊരു ഫാമിലീനെ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി തിരിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. അപ്പം എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഞാനും. അപ്പം നമ്മൾ ഇതിലോട്ട് കയറുമ്പോൾ തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അവർ തമ്മിൽ. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇച്ചിരി വെള്ളം പിന്നിലിങ്ങനെ നല്ലപോലെ ഇങ്ങനെ തെറിക്കുമായിരുന്നേ. അപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്ന ബോട്ടിൽ സീറ്റുമ്മ ആയി. അപ്പം അവരിച്ചിരി ഒരു വഴക്കായി അവർ തമ്മിൽ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണോന്ന് അറിയില്ല. അവരിച്ചിരി സ്പീഡിലാണ് നമ്മളങ്ങോട്ട് കൊണ്ടുപോയത്. നല്ലപോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും പേടിച്ചു. റെയിനു ആണെങ്കിലും നല്ലപോലെ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും പേടിച്ചു. ഞാൻ തിരിച്ച് വരുമ്പം ഇതിൽ കയറാൻ സമ്മതിക്കുമെന്നൊക്കെ പേടിച്ചു ഞാനും. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ, പുറകിലോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ വെള്ളം ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ തെറിക്കുന്നത് കാണുന്നുണ്ടല്ലോ, കണ്ടോ. അപ്പം ഇതാണ് പ്രശ്നമായതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് എനിക്കത്ര പേടി തോന്നിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് റെയിന് പേടിച്ചപ്പോൾ ഞാനിച്ചിരി പേടിച്ചു. ഭയങ്കര അലമ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തണമല്ലോ, തിരിച്ചിങ്ങോട്ട് എത്തണമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടെ കയറിയവരും അത്യാവശ്യം നല്ല രീതിക്ക് പേടിച്ചു. പക്ഷെ ആരും പറഞ്ഞു ഞാൻ വിശ്വസിക്കാത്ത കാരണം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ആ കൂട്ടത്തിൽ പേടിയില്ലാത്തത് എനിക്ക് മാത്രമായിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ വീഡിയോ എടുത്തായിരുന്നല്ലോ എല്ലാവരുടെയും. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല
അടിപൊളി പ്ലേസ് ആയിരുന്നേ. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ കാണാൻ. സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നേ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഇതിൻ്റെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും കടലൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാം. പിന്നെ ഞങ്ങൾ ഒത്തിരി വീഡിയോസ് അസ്തമയം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അങ്ങേ അറ്റത്ത് കാണുന്ന മലയുണ്ടല്ലോ, അതിൻ്റെ മേലെ കയറിയിട്ട് നിന്നിട്ട് ഞങ്ങൾ ഒത്തിരി കുറേ നേരം അവിടെ നിന്നായിരുന്നു. നമുക്ക് അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് അവരെ കെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണം. അതിപ്പോൾ നമ്മുടെ മക്കൾ നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. റെയിന് പിന്നെ അവിടെ അമ്മമ്മയുടെ അടുത്തൊക്കെ സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നേ. ഞങ്ങളിത് അവിടെ നിന്ന് അവിടെ പോകുന്ന ബോട്ടുകൾ അവരൊക്കെ നമുക്ക് ടാറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് കുറേ നേരം ബീച്ചിൽ കളിച്ചായിരുന്നു. ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയില്ല. ബിക്കോസ് നമ്മൾ ഇവിടേക്ക് സൂവിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത്. ബീച്ച് നമ്മുടെ പ്ലാനിലില്ലായിരുന്നു കേട്ടോ. അതാണ് ഉണ്ടായത്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു വീഡിയോസിലൊന്നും അത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല ഇരുട്ടായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ വരുന്ന വഴിക്ക് ഒട്ടും ലൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഒട്ടും വെട്ടമില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് നല്ല ടയേർഡായി. റെയിനാണെന്നുണ്ടെങ്കിൽ രാത്രിയത്തെ ഫുൾ ഉറങ്ങി തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്